ഏകദേശം പകർച്ചകൾ തന്നെയാണ്. അദ്ദേഹം സ്ക്രീനിൽ എത്തിയാൽ നമ്മൾ പലരും ചിരിച്ചു തുടങ്ങും. പക്ഷെ ചിരിയോടൊപ്പം തന്നെ സീരിയസ് റോൾസും ആക്ഷനും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന മലയാളികളുടെ സ്വന്തം ജനപ്രിയ നായകൻ ദിലീപേട്ട ഒരുപാട് നേരം ഇരുത്തിയെന്ന് എനിക്കറിയാം. പക്ഷെ സുഖമല്ലേ, സന്തോഷമല്ലേ? എല്ലാവർക്കും നമസ്കാരം. ഇതെൻ്റെ 148ാമത് സിനിമയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ എന്താണെന്നറിയില്ല, പ്രത്യേക ഒരു നെഞ്ചിടിപ്പോടു കൂടിയാണ് നിൽക്കുന്നത്. ആദ്യമായിട്ടൊരു സിനിമ ഇറങ്ങാൻ പോകുന്നതിൻ്റെ ആ ഒരു ഫീലാണ്. സാധാരണ അപൂർവമായിട്ട് അങ്ങനെ സംഭവിക്കാറുള്ളത്. എന്നെ വിശ്വസിച്ച് ഈ സിനിമയിലെ കഥാപാത്രത്തെ അബേൽ ജോഷുവ മാത്തൻ എന്ന കഥാപാത്രത്തെ ഏൽപ്പിച്ച ഇതിൻ്റെ സംവിധായകൻ രതീഷ്. കാരണം ദിലീപ് എന്ന് പറയുമ്പോൾ എല്ലാവരും എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിലാണ് കാണുന്നത്. ഇപ്പോൾ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഈ 28 വർഷമായിട്ട് വളരെ വ്യത്യസ്തമായുള്ള ഒരുപാട് വേഷങ്ങൾ എനിക്ക് കൈകാര്യം ചെയ്യാൻ അവസരം തന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, എൻ്റെ പ്രിയപ്പെട്ട നിർമ്മാതാക്കൾ, എൻ്റെ സംവിധായകർ, എൻ്റെ എഴുത്തുകാർ, എൻ്റെ ആർട്ടിസ്റ്റുകൾ, ഒരുപാട് പേര്, എല്ലാവരോടും കടപ്പാട് നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഒരു ആക്ടറെ സംബന്ധിച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള വേഷങ്ങളിലൂടെ പോകുക എന്നുള്ളത് നമ്മുടെ സ്വപ്നവും ആഗ്രഹമൊക്കെയാണ്. അതിന് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട്. കാരണം തമാശ മാത്രം ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ വേദിയിൽ എന്ന് പറയാം, ജോഷി സാറ് വളരെ ശക്തമായിട്ടുള്ള അന്നത്തെ വാളയാറിലൂടെ സ്പിരിറ്റ് കടത്തുന്ന ശരിക്കൊരു ആക്ഷൻ ഓറിയന്റഡ് അങ്ങനെയുള്ള രീതിയിൽ ചെയ്യാവുന്ന സിനിമയുടെ ഒരു തുടക്കം. പിന്നീട് സാറ് തന്നെയാണ് എന്നെ കേരളത്തിൻ്റെ ഹോം മിനിസ്റ്റർ ആക്കിയതും സാറ് തന്നെ. പിന്നെ ചെസ്, അതൊക്കെ വേറെ തരത്തിലുള്ള സിനിമ ചെയ്യാനുള്ള ഒരു ലൈസൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷം. ഇന്നും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരടക്കം എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്നാണ് വാളയാർ പരമശിവൻ എന്നൊക്കെ. അപ്പോൾ ആ സിനിമ അത്രത്തോളം ജനങ്ങളിലേക്ക് എത്തി. അപ്പം തമാശ മാത്രം ചെയ്തിരുന്ന സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളിലേക്ക് കടക്കാനുള്ള അവസരം തന്ന എൻ്റെ പ്രിയപ്പെട്ട സംവിധായകരോട് ഈ സമയത്ത് ഞാൻ നന്ദി പറയുകയാണ്. അങ്ങനെ പല സിനിമകൾ ചെയ്ത് 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 ഇന്നിപ്പോൾ തങ്കമണി എന്ന സിനിമയിൽ എത്തി നിൽക്കുകയാണ്. 1986 തങ്കമണി കട്ടപ്പനയിലെ, ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയുടെ അടുത്തുള്ള തങ്കമണിയിൽ തങ്കമണി സംഭവം ഉണ്ടാവുകയും അതൊക്കെ ഞാൻ അന്നത്തെ പത്രങ്ങളിലൊക്കെയാണ് വായിച്ചത്. അന്ന് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയമാണ്. പക്ഷേ ലൈഫിൽ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല തങ്കമണിയിൽ ജീവിക്കുന്ന, തങ്കമണിയിൽ ജനിച്ചു വളർന്ന ഒരു കഥാപാത്രമായിട്ട് ഞാൻ പിന്നീട് അത് ഒരു സ്ക്രീനിൽ പ്രസന്റ് ചെയ്യുന്ന ഒരു അവസ്ഥയൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. പക്ഷെ അന്നൊക്കെ തങ്കമണി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ ദൂരെയുള്ള ഒരു നാടാണ്. ഞാൻ ആലുവയിൽ പഠിക്കുകയും ഒരു വൈപ്പിൻ കരയും അല്ലെങ്കിൽ കൂടി ഒന്ന് എറണാകുളം ജില്ല, പിന്നെ ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ തൃശ്ശൂർ ജില്ലയിലേക്ക് പോകാം, ഇങ്ങനെയൊക്കെ ഉള്ളൊരു ലോകമായിരുന്നു എൻ്റേത്. അന്ന് എന്നെ സംബന്ധിച്ച് കട്ടപ്പന എന്ന് പറഞ്ഞാൽ വളരെ ദൂരമുള്ള എവിടെയുള്ളൊരു സ്ഥലം, അവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. പക്ഷെ ഈ സിനിമയുടെ കഥയുമായിട്ട് അല്ലെങ്കിൽ തങ്കമണി സംഭവത്തിനെ ബേസ് ചെയ്തൊരു കഥയുണ്ടെന്ന് രതീഷ് പറയുകയും രതീഷ് അതിനെക്കുറിച്ച് പറയാൻ വരികയും അപ്പോഴാണ് തങ്കമണി എന്ന് പറയുന്ന ആ ഗ്രാമത്തിൻ്റെ വേദനയെ, അതിൻ്റെ ആഴം എനിക്ക് മനസ്സിലാവുകയുണ്ട്. പക്ഷെ ഇതിൽ ഞാൻ കണ്ടത് ഒരു വ്യത്യസ്തമായിട്ടുള്ളതെന്ന് വെച്ചാൽ റിയൽ ഇൻസിഡൻസിനെ ശരിക്കും ഒരു ഫിക്ഷനോട് ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു പിമ്പീരിയസ് കഥ എനിക്ക് ഞാൻ കേട്ടു. അപ്പോൾ അത് അബേൽ ജോഷുവ മാത്തൻ എന്ന കഥാപാത്രത്തിലൂടെയാണ് അയാളുടെ പ്രണയം, അയാളുടെ കുടുംബം, അയാളുടെ സൗഹൃദം എല്ലാം കൂടി ചേർത്ത് ആണ് ഈ സിനിമ പുറത്തിറക്കിയിരിക്കുന്നത്. റിയൽ ഇൻസിഡൻസ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ലാസ്റ്റ് മഞ്ഞുമൽ ബോയ്സ് വരെ നമ്മൾ കണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ കേട്ടറിഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ബിഗ് സ്ക്രീനിൽ അത് റീക്രിയേറ്റ് ചെയ്യണം.
അപ്പൊ അങ്ങനെയുള്ള ഇപ്പോൾ ഒരുപാട് സിനിമകളുണ്ട്. ഇപ്പൊ 12th ഫെയിൽ, അങ്ങനെ ഒരുപാട് സിനിമകൾ. ഇപ്പൊ 2018 മലയാള സിനിമയിൽ ഏറ്റവും വലിയ ഹിറ്റായ സിനിമ നമ്മൾ കണ്ടതാണ്, നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇത് തങ്കമണി എന്ന നാടിനോടുള്ള, അത് ലോകത്തിന്റെ മുമ്പിലേക്ക് തങ്കമണി എന്ന നാടിനെ നമ്മൾ ശ്രദ്ധിപ്പിക്കുന്നു, അല്ലെങ്കിൽ നാടിന് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഇത്. ആരെയും മോശമാക്കാനെന്നുള്ളൊരു സിനിമ തന്നെയല്ല. ഇപ്പൊ രമേശ് ചേട്ടനൊക്കെ പറഞ്ഞ പോലെ ഈ സിനിമ നമുക്ക് ഒരു തങ്കമണിയായി മാറട്ടെ എന്നാണ് പ്രാർത്ഥന. കാരണം നമ്മൾ ഈ സിനിമ ചെയ്തിട്ടുണ്ട്, ഈ സിനിമ നിങ്ങൾ കാണുക. കാരണം വേറെ അവകാശവാദങ്ങളൊന്നും പറയുന്നില്ല. പിന്നെ ഇവിടെ പറഞ്ഞ പോലെ, എല്ലാവരും പറഞ്ഞ പോലെ, മലയാള സിനിമ ഇപ്പോൾ ജനങ്ങൾ ഇടയ്ക്ക് 3-4 വർഷമായിട്ട് ശരിക്കും വല്ലാത്തൊരു ക്രൈസിസിലായിരുന്നു. അവിടെ നിന്ന് നമുക്കിപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് നമുക്ക് എല്ലാ സിനിമകളും തിയേറ്ററിലേക്ക് ആളുകൾ വരുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് യങ്സ്റ്റേഴ്സിനോടാണ്. അവരാണ് ആദ്യത്തെ ദിവസങ്ങളിൽ സിനിമ ഒരു ആവേശമാക്കുന്നത്. അവരെല്ലാവരും ഇപ്പൊ ആഴ്ചയിൽ 1-2 സിനിമ കാണാൻ അവർ തയ്യാറാകുന്നു എന്ന് പറയുമ്പോൾ മലയാള സിനിമയ്ക്ക് ഒരു സുവർണ്ണകാലം വീണ്ടും തുടങ്ങുന്നു. അതിലേക്ക് ആ കൂട്ടത്തിൽ ഈ സിനിമയും കൂടി കരുതണമേ എന്നാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന. അതുപോലെ തന്നെ ഈ സിനിമയിൽ എൻ്റെ കൂടെ അഭിനയിച്ച ആളുകൾ, അതിൽ ഇപ്പൊ പ്രണീത ഇവിടെ ഉണ്ടായിരുന്നു. പ്രണീത വളരെ ഫ്ലൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പിന്നെ നീത പിള്ള, അതുപോലെ അജ്മൽ, പിന്നെ എനിക്ക് കൂട്ടായിട്ടുള്ള ഇപ്പൊ അമ്പി ചേച്ചി എൻ്റെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചതാണ്. പുതിയതായിട്ട് അഭിനയിച്ചത് മാളവിക, അതുപോലെ ശിവകാമി, പിന്നെ മിനു ഒക്കെ വോയിസ് ഓഫ് സത്യനാരായണ ഞങ്ങൾ ഒരുമിച്ചുള്ള കോമ്പിനേഷൻ ഉണ്ട്. രമ്യ കോടതി സംശയമാലം വക്കീലിലുള്ളതാണ്. പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചത് ഇങ്ങനെ മലയാളി അല്ലെന്നാണ് വിചാരിച്ചത്. നല്ല ഫ്ലുവൻ്റ് ആയിട്ട് മലയാളം പറഞ്ഞ കേട്ടപ്പോഴാണ് സുദേവ് നായർ. ഞാൻ ഒരുപാട് സിനിമകളിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നുണ്ടാണ്, കൂടെ ഒരു എപ്പോഴെങ്കിലും വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചതാണ്. നല്ല രസമായിട്ട് മലയാളം പറയുന്നത്, നല്ല കോമഡി ഉള്ള ഒരാൾ, കോമഡി ഹ്യൂമർ സെൻസ് ഉള്ള ഒരാളാണ്. താമസിയാണ്ട് അദ്ദേഹത്തിനെ കോമഡിയിലും കാണാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ അജ്മൽ എൻ്റെ നാട്ടുകാരനാണ്. ഞാൻ എന്നിട്ട് പറയായിരുന്നു, ഈ സിനിമയിൽ അജ്മൽ വന്നത് നമ്മളോടുകൂടിയുള്ള ഒരു സ്നേഹത്തിന്റെ പുറത്തും കൂടിയാണ് എന്നുള്ള പറഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് 2 കൺട്രീസ് മരിക്കുകയൊക്കെ ചെയ്താണ്. അതിൽ എടുത്തു പറയേണ്ട ക്യാരക്ടറാണ് ഉല്ലാസ്. അപ്പോൾ അദ്ദേഹത്തിന്റെ അപരനായിട്ടൊക്കെ ഞാൻ ആ സിനിമയിൽ, അങ്ങനെയൊക്കെയുള്ള നിങ്ങൾ കണ്ടതാണ് ആ സിനിമയൊക്കെ. പിന്നെ അതുപോലെ എനിക്ക് കിട്ടിയ 2 സഹോദരങ്ങളാണ് അന്യ സംസ്ഥാനത്ത് നിന്ന്, നമ്മുടെ സമ്പത്രാവ് സാറും അതുപോലെ തന്നെ ജോൺ ബേലി ബ്രദർ. പോയിട്ടിങ്ങളാ വരുമാ, അതൊരു 1-1.5 സാധനം നിങ്ങൾക്ക് മനസ്സിലായത്. വേറെ ഏത് നിമിഷത്തിലും നമ്മൾ ചെയ്യുന്നത് വളരെ സീരിയസ് അല്ലെങ്കിൽ വളരെ ഇമോഷണൽ സീനാണെങ്കിൽ പോലും ഷോട്ട് കഴിഞ്ഞാൽ മാറി എന്ന് എല്ലാവരും കൂടി കോമഡി പറയുന്ന ഒരു രീതിയായിരുന്നു. അത് രതീഷും ഒട്ടും മോശമൊന്നുമല്ല. അപ്പോൾ ഈ സിനിമ ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, ജനങ്ങളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നതൊക്കെ. ഈ സിനിമ നിങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇതിൽ ഞാൻ ആരെങ്കിലുമൊക്കെ വിട്ടുപോയി ക്ഷമിക്കുക. അതുപോലെ ഇവിടെ വന്ന് ഈ ഓഡിയോ ലോഞ്ച് ഗംഭീരമാക്കാൻ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും, അതുപോലെ പറയാൻ വിട്ടുപോയി, ഇതെല്ലാം ഉണ്ടാക്കി തന്ന ആൾക്കാരെ വെറുതെ വിടാൻ പാടില്ല. കാരണം സൂപ്പർ ഗുഡ് ഫിലിംസ്, ചൗധരി സർ, അതുപോലെ റാഫിക്ക, ഇഫാർ മീഡിയ, അതുപോലെ ഇതിനെല്ലാം ഞങ്ങൾക്ക് ഈസി ടു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സുജിത്ത്, ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെ മലയാള സിനിമയിലെ ഡ്രീം ബിഗ് ഹൗസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ജയിലർ, ലിയോ തുടങ്ങിയപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ മഞ്ഞുമൽ ബോയ്സ് വരെയുള്ള സിനിമകൾ കൊണ്ടുവന്നിരിക്കുന്നത് അവരുടെ ഡ്രീം ബിഗ് ഹൗസ് ആണ്. അവരുടെ അടുത്ത പടമാണ് മാർച്ച് 7 വരുന്ന നമ്മളുടെ തങ്കമണി. ഈ സിനിമയും പ്രിയപ്പെട്ട പ്രേക്ഷകർ എല്ലാവരും മീഡിയയുടെ സപ്പോർട്ട് എല്ലാം ആവശ്യമാണ്. നിങ്ങൾ ഈ സിനിമ ഗംഭീരമാക്കി തരിക, ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രാർത്ഥന. അതുപോലെ ഇവിടെ വന്ന എല്ലാവരോടും പ്രിയപ്പെട്ട സമയം ജസ്റ്റ് ജോക്ക് പറഞ്ഞത് ശരിയാണ്. അതിൽ മമാസ് എനിക്ക് വലിയ സന്തോഷമുണ്ട് പരിചയം. ജിബിനെ ഒന്നും, ജിബിൻ, അരുൺ ഞങ്ങളുടെ സുഹൃബന്ധമാണ്. അതുപോലെ അസീസ്, ഞങ്ങൾ 4 പേരുമാണ് ഇതിൽ, 4-5 പേര്, സുദേവ് അടക്കം. അപ്പോൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഇത് വെറും ഈ കരയാൻ മാത്രമുള്ള അങ്ങനെ ചിന്തിക്കേണ്ട. പിന്നെ ഇതൊരു മസാല അടിപ്പടമൊന്നുമല്ല. നമ്മൾ കുടുംബമുള്ളവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു നല്ല സിനിമയിൽ അഭിനയിച്ചു എന്നുള്ള സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്. വലിയ സന്തോഷം. താങ്ക്സ് a lot. Thanks a lot, Nirupeta. Thanks a lot for joining us. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മൾ കാണാത്തൊരു കാര്യമാണ് ഒരാൾ വന്ന് നമ്മൾ
ആ ഒരു സിനിമയിലെ നായകനെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അവർ വന്ന് ഓരോരുത്തരുടെയും പേരെടുത്ത് പറയാം. അതൊരു ക്വാളിറ്റി തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഡയറക്ടറിൽ തുടങ്ങിയതാണ്. ഇപ്പോ രതീഷേട്ടനാണെങ്കിലും വന്നിട്ട് ഓരോരുത്തരുടെയും പേരെടുത്ത് പറയേണ്ട. ഇപ്പോ ദിലീപേട്ടൻ ഏറ്റവും അവസാനം ദിലീപേട്ടനും ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞാണ് അവരെ ആശംസിച്ചതും അതുപോലെ തന്നെ അവര് നന്ദി പറഞ്ഞതും. എനിക്ക് തോന്നുന്നു ഈ ഒരു കൂട്ടായ്മ തന്നെയായിരിക്കും ഈ ഒരു സിനിമയുടെ വിജയം അല്ലെ. അല്ല, ഇത് ഭയങ്കര ടീം വർക്ക് തന്നെയാണ്. അതുപോലെ പക്ഷെ അയ്യോ ഞാൻ പറയാൻ വിട്ടുപോയി, വിളിച്ചത് നന്നായി. നമ്മളെ നല്ല ഭംഗിയിൽ കാണിച്ച മനോജ് പിള്ള, അതുപോലെ ഇതില് എല്ലാം ഒരുക്കി കൊടുത്ത മനോജ് അഗർ, ഞങ്ങള് വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഞാൻ വിനോദയാത്ര, അതുപോലെ കൽക്കട്ട ന്യൂസ്, അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് സങ്കടങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ആൾക്കാരാണ്. എന്ന് വെച്ചാൽ പിന്നീട് നിൽക്കുമ്പോൾ പിന്നെ അതുപോലെ തന്നെ സിനിമയിൽ അഭിനയിക്കാൻ നിർബന്ധിച്ചു വന്ന മണിയണ്ണനെ അറിയാലോ. പണ്ട് സൈൻ എന്ന് പറഞ്ഞ സിനിമയിൽ ജോർജ് സാറിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയ ആളാണ് മണിയണ്ണൻ. തുടക്കം തൊട്ട് ഇവിടെ ഉണ്ട്. പിന്നെ എന്റെ സഹോദരൻ അയ്യോ സന്തോഷ് ഭായ്, ഐ എം സോ സോറി പറയാൻ പറ്റും, കാര്യം എന്നെ ഓടിച്ചിട്ട് ഇടിച്ച ആൾക്കാരാണ്. അപ്പൊ രമ്യൊക്കെ വിചാരിക്കണ പോലെ ഒന്നുമല്ല. ഈ സിനിമയിലെ ഏറ്റവും വലിയ കരാട്ടയും ജൂഡൊക്കെ അറിയാവുന്ന നീത്ത സൈലന്റ് ആയപ്പോ വയലന്റ് ആയത് രമ്യാണ്. അടിപൊളി. അപ്പൊ അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. സിനിമ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട മനോജ് കെ ജയൻ, സിദ്ദിഖ തുടങ്ങിയ ആൾക്കാർ ഇവിടെ വന്നിട്ടില്ല. എനിക്ക് ശരിക്കും പറഞ്ഞ പുതിയൊരു കോമ്പിനേഷനുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു വാക്കാണ് ഈ സിനിമയിലേക്ക്. പക്ഷെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, ആ ഒരു പുതിയ കോമ്പിനേഷൻ? കാരണം നമുക്കറിയാം 148ാമത്തെ സിനിമയാണ്. 148ാമത്തെ സിനിമയിൽ വന്നിട്ട് എനിക്കിത് പുതിയൊരു കോമ്പിനേഷൻ ആണെന്ന് പറയുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അല്ല, അതാ പറഞ്ഞില്ലേ, എനിക്ക് എന്താണെന്നറിയില്ല ഈ സിനിമയിൽ. ഇപ്പൊ അവിടെ നിന്ന് സിനിമയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ ഞാൻ ബിഗ് സ്ക്രീനിലാണ് ഇപ്പോ ആ തങ്കമണി എന്നുള്ള പാട്ട് കണ്ടപ്പോ എന്റെ കണ്ണറിയേണ്ടെന്ന് അറിഞ്ഞു. ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചാണ്, പക്ഷെ എന്നാൽ അതിനുണ്ടാക്കിയ ഫീല്, അത് നമുക്ക് വേണ്ടി പാടിയ ആൾക്കാർ, അവരോടുമൊക്കെ നന്ദി പറയണം. വില്യം, വിധു, വിധു അല്ല, സോറി, പ്രമാനൻ, എല്ലാവരോടും പ്രത്യേകം. ദേവാനന്ദൻ, ദേവാനന്ദൻ, പേരുകൾ വേറെയൊക്കെയാണ്. ഇതിനു മുമ്പ് മീശവാദം ചെയ്യുമ്പോൾ വേറെ പേരായിരുന്നു, പ്രതാപ്. അപ്പൊ ഇവരിടക്കിടയ്ക്ക് പേര് മാറ്റുന്നത് നമുക്ക് ടെൻഷനാണ്. ഇല്ലേ, അന്ന് പാടുമ്പോ പ്രതാപല്ലേ, അത് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞ ചേട്ടാ ഞാൻ പേര് പറ്റി ദേവാനന്ദൻ എന്നാക്കിയത്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് മാറ്റുമോന്ന് പറയണം. ഇനി മാറ്റില്ല, ഫിക്സ്. ഓക്കെ, ഡൺ. ആളിപ്പോ വിചാരിക്കണ്ട മാറ്റണ്ടായിരുന്നു വിചാരിക്കണ്ട. ഇപ്പോഴാണ് എല്ലാരും അറിഞ്ഞത്. സോ ദിലീപേട്ട, താങ്ക്സ് എ ലോട്ട്. ഇന്നത്തെ ഒരു ദിവസം ഇവിടെ എത്തി. എനിക്കറിയാം ദിലീപേട്ട സിനിമയാണ്, നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ രാവിലെ തുടങ്ങി, ഇന്നലെ തുടങ്ങി പ്രമോഷന്റെ പരിപാടി ആയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരുന്നിട്ട് സത്യം പറഞ്ഞിട്ടൊരു വെളിവ് പോയിട്ട് നിൽക്കുന്നത് അടിപൊളി. പക്ഷെ രാവിലെ തൊട്ട് പ്രമോഷൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഈ സിനിമ ഇനി മാർച്ച് 7 തിയേറ്ററിൽ എത്തുമ്പോൾ അതിന് മുമ്പായിട്ട് എല്ലാവരിലേക്കും എത്തിക്കുന്നവർ തന്നെയാണ് നമ്മുടെ മീഡിയ ആളുകൾ അല്ലെ. അപ്പൊ നമ്മുടെ മീഡിയ ടീമിന് നല്ലൊരു കൈയടി കൊടുക്കാൻ ഈ ഒരു ദിവസം ഇവിടെ എത്തിച്ചേർന്നതിന് നിങ്ങളുടെ ഒരു ത്രൂ ഔട്ട് സപ്പോർട്ട്. നമ്മൾ പറഞ്ഞ മലയാള സിനിമയുടെ സുവർണ്ണ കാലമാണ്, അതിന് ഒരു മികച്ച കാരണം നിങ്ങൾ ഓരോരുത്തരും കൂടെയാണ്. തീർച്ചയായിട്ടും. അതെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു ദിവസത്തിന്റെ ഒരു ഓർമ്മ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അയ്യോ, ഞാൻ പറയാൻ വിട്ടുപോയി. എന്നെ നിങ്ങളുടെ മുമ്പിൽ പല രൂപത്തിലെത്തിക്കുന്ന ഒരാളെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. മായാമോഹിനിയായിട്ടും സൗണ്ട് തോമിയൊക്കെ ആയിട്ട് എന്നെ ഈ രൂപത്തിലെത്തിച്ച റോഷൻ. എന്നെ എഴുതിട്ട് സോ സോറി. എന്റെ വളരെ അത്രയും കഴിവുള്ള മേക്കമാനിൽ എടുത്തു പറയേണ്ട ഒരാളാണ് റോഷൻ ജി. ഐ എം സോ സോറി. കാരണം ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര നെർവസ് ആയപ്പോ എന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഭയങ്കര നെഞ്ചിടിച്ചോട്ടാണ് ഇവിടെ വന്ന് നിന്നത്. അതുകൊണ്ട് ഇവിടെ വന്ന് ലിസ്റ്റും ഭായ്, ഷാജു ഭായ്, എല്ലാവരോടും നന്ദി, ഒരുപാട് നന്ദി. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, ഞാൻ നിങ്ങളെ വിട്ടുപോയില്ല. ഓക്കെ, സുൽത്താനോടാണ് എല്ലാവരും സംശയം ചോദിക്കുന്നത്. ഉറപ്പല്ലേ? നമ്മൾ ജോൺ ബ്രദർ വന്നിട്ടെങ്കിലാ സാർ അത് ഡ്രസ്സെല്ലാം എங்கே പോയിച്ചു സാർ? അത് യാര് വാങ്ങി വെച്ചു? Thank you. Love you, brother. Thank you so much. Thanks a lot, Dilipeta. Thanks a lot for joining us. ഒരു നല്ല കൈയടി കൊടുക്കാം. നമ്മൾ ഏവരും മനസ്സ് നിറഞ്ഞുകൊണ്ട് ഒരുപാട് സ്നേഹത്തോടെ ആശംസിക്കുകയാണ് ഫോർ തങ്കമണി. ഞാനിങ്ങനെ വിട്ടിട്ടുണ്ട്. ഇല്ല, പറഞ്ഞു മറന്നുപോയിട്ടുണ്ടോ ആരെങ്കിലും ദിലീപേട്ട? ഇല്ല,
ഒന്ന് എഴുന്നേറ്റ് കൈവക്കാം. കട്ടപ്പനയിൽ ഞങ്ങൾക്ക് എല്ലാം ചെയ്തെന്ന ആളും ഇതില് പോലീസ് വേഷം ചെയ്തെന്ന ആളാണ്. അദ്ദേഹത്തെ വിളിക്കണം, 2 വാക്ക് സംസാരിക്കാം. താങ്ക്സ് ലോട്ട്. ഒരു നല്ല കൈഡി കൊടുക്കാം ഒരിക്കൽ കൂടി. താങ്ക്സ് ലോട്ട്. നമ്മുടെ തങ്കമണി എന്ന സിനിമയില് ഓരോ ഭാഗങ്ങളും ഓരോരുത്തരും ചെയ്ത് ഇപ്പൊ ഇവരെല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഇതൊരു കൂട്ടായ്മയാണ്, ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ്. അപ്പോ ആരും ദിവസം മറക്കണ്ട, മാർച്ച് 7 തിയേറ്ററിലെത്തുകയാണ് വേൾഡ് വൈഡ്.